ഇവളെന്താണ് ഈ മുന്തിരിക്കൊലയും പിടിച്ച് ഈ ഷോ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് നിന്റെ വീട്ടിൽ പിടിച്ച മുന്തിരിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അല്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അപ്പോൾ എന്താ, മുന്തിരിയൊക്കെ നമ്മൾ കഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു വടിയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഒരു ക്രാഫ്റ്റ്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വേസ്റ്റായിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ കളയുന്ന ഒരു സാധനമാണ് ഈ തണ്ട്. അപ്പോൾ ഇതിന് നമ്മളിത് ബ്ലാക്ക് കളറിലെ പെയിൻ്റൊക്കെ അടിച്ച് അവനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കണം. ഇതിലും എളുപ്പത്തിൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഒരു ഐഡിയയൊക്കെ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് വരുന്ന ഐഡിയാസാണ് കേട്ടോ. ചിലപ്പോൾ നേരത്തെ ആരെങ്കിലുമൊക്കെ ചെയ്തവരുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ആ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. ഇനി ഇത് വെച്ച് എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത് നിങ്ങൾ നോക്കിയോ. ഇത് കണ്ടത് നമ്മുടെ വൂളൻ ത്രെഡാണ്. അപ്പോൾ പല കളറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വയലറ്റ് കളറാണ് എടുക്കുന്നത്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ കളർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മളിതേ കയ്യിലൊന്ന് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് കുനാ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതേ കണ്ടോ, തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും നൂലിൻ്റെ ആവശ്യമില്ല. തീരെ കുഞ്ഞായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരു പ്രയോജനമില്ലാതെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാൻ പോയൊരു സാധനമാണ് നമ്മുടെ വീട്ടിലൊരു ഷോ കേസ് ഐറ്റമായിട്ട് നമ്മളിത് ഇപ്പോൾ വയ്ക്കാൻ പോണത്. അപ്പോൾ അതിന് ഇത്രയും മെത്തേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അത്രയും എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ആദ്യത്തെ എൻ്റെ മുന്തിരിക്കൊല പിടിച്ചുള്ള പോസുകളൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം വന്നിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് പണി തീരുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് വിജയിക്കാൻ പറ്റിയൊരു വർക്കും കൂടെയാണിത്. അപ്പോൾ അതായത് നമ്മൾ നൂലുകളൊക്കെ എന്തായാലും കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നൂല് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് നൂല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കയ്യിലുള്ളതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനിതേ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. അതായത് നമ്മളിത് അതിൻ്റെ ആ ഒരു തുമ്പത്തെ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ ആ ഒരു അത്യാവശ്യം എല്ലാ സ്ഥലത്തുമായിട്ട് നമ്മളൊന്ന് ഫെവിക്കോൾ ഒന്ന് ഇറ്റിച്ചിട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൂല് ആ പശയിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വർക്ക് അടിപൊളിയാണ്. ഇതിപ്പോൾ എന്താ ഇത്ര വലിയ വെറൈറ്റി, ഇതൊക്കെ കുറേ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഈ ഒരു രീതിയിൽ ആ നൂല് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നൂല് ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചധികം ഈ മുന്തിരിയുടെ ഈ സ്റ്റെമ്മ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയും സ്റ്റെമ്മൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഉള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ, വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ നിന്നൊക്കെ ഉള്ള ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ സജഷൻസ് എന്തെന്നായാലും അതൊക്കെ കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കണേ. കണ്ടോ, അതേ നമ്മൾ ആ ഒരു സ്റ്റെമ്മിൽ കറക്റ്റായിട്ട് അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ ഇല്ലാത്തതോ അല്ലെങ്കിൽ എക്സസ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ അങ്ങ് പോകും. ബാലൻസ് എവിടെയെങ്കിലും പശ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കളേഴ്സിലെ നൂല് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു കളർ, ഇത് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ കളർ മാത്രം കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡും നിങ്ങളുടെ കയ്യിലുള്ള വേറെ കളേഴ്സൊക്കെ ഏതാണോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആ ഒരു കമ്പിലും സെയിം ഇതേ രീതിയിൽ തന്നെ പശ തേച്ച് നൂല് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാവരും മറന്നു പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
നമ്മളപ്പോൾ ഇത് 2 കമ്പിലും നമ്മൾ ആവശ്യത്തിലധികം നൂല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിനിയേച്ചർ, ഒരു കുഞ്ഞൊരു ട്രീയുടെ ഒരു ലുക്ക് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു കുഞ്ഞ് ട്രീയുടെ, അതായത് നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ പറ്റിയ ഒരു മിനിയേച്ചർ ഐറ്റം ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനും നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് വയ്ക്കാനും കൂടി നമ്മളൊരു കുഞ്ഞൊരു പോട്ടും കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പോട്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര എന്തോ സംഭവമാണ്, പക്ഷെ വെറുതെയാണ്, ഒരു കുഞ്ഞൊരു ഐറ്റമാണ്. അപ്പോൾ ഇതും വേസ്റ്റായിട്ട്, അപ്പോൾ ഇതിൻ്റെ പോട്ടും നമ്മൾ വേസ്റ്റായിട്ട് തന്നെ കളയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിനി വേസ്റ്റ് ഒന്നും കാണത്തില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ നേരെ ഷോക്കേസിലായിരിക്കും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മുന്തിരിയുടെ സ്റ്റെമ്മിലൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ നൂലുകളൊക്കെ നമ്മൾ ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ അങ്ങ് പറന്നു പൊക്കോളും. ബാക്കിയെല്ലാം നമ്മുടെ പശയിൽ ഒട്ടി നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. കണ്ടോ, അത് ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളതൊക്കെ പോവും. കണ്ടോ, നമ്മളിത് 2ലും നമ്മുടെ നൂലുകൾ ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല, പക്ഷേ ഇത് നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോണത് ഇത് കണ്ടോ, നമ്മുടെ ബോട്ടിലിൻ്റെ തന്നെ അടപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് ബ്ലാക്ക് കളറിലെ പെയിൻ്റ്, അതിനകത്ത് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലെ പെയിൻ്റ് അടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഗോൾഡൻ കളറും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടോ, ആ ബോട്ടിലിന് നമ്മളൊരു ഗോൾഡൻ കളറും കൂടെ കൊടുത്തപ്പോൾ ഒരു ആൻറ്റിക് ടച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ക്യൂട്ട് ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്